ഹലോ ഹായ് റുസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസിയായി ഒരു ഈവനിങ് സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാം, അതും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് വളരെ ടേസ്റ്റോടുകൂടെ നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടെ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലേശം ഉപ്പൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിന് ലേശം ഒന്ന് ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് നമുക്കതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മൈദയും ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ആവാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത് നല്ലതുപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഉരുളെടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം എന്നാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ കുറച്ച് പൊടി ഇട്ടെടുത്ത് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വക്ക് ഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് ഒരുപോലെ ആക്കിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ തീരെ കനം കുറഞ്ഞിട്ടും നല്ല കട്ടിയിലും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് ഉപയോഗിച്ച് ഒരു വക്കുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ പോയിട്ടുണ്ട്. ഇതുപോലെ ഫസ്റ്റ് വീഡിയോ എടുത്ത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വക്കുള്ള പാത്രമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇത് ഓരോന്നായി നമ്മൾ പാത്രത്തിലിട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം സൈഡ് ഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുന്ന ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതായത് ഇങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. അല്ലാണ്ടെങ്കിൽ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. വേവ് വളരെ കുറവാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.